ആൾക്കാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കൊളസ്ട്രോൾ. എങ്ങനെയാണ് ഈ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്? എന്താണ് ഈ കൊളസ്ട്രോൾ? കൊളസ്ട്രോളിന് ആഹാര നിയന്ത്രണം ആവശ്യമുണ്ടോ? ഇതൊക്കെ പലപ്പോഴായി രോഗികൾ ചോദിച്ചു വരുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളാണ്. എന്താണ് ഈ കൊളസ്ട്രോൾ? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു വസ്തു തന്നെയാണ് കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും കണ്ടുവരുന്ന ഒന്നാണ് കൊളസ്ട്രോൾ. നമ്മുടെ ചില ഹോർമോണിന്റെ ഉൽപാദനത്തിനും അതുപോലെ തന്നെ വിറ്റാമിനുകളുടെ ശരിയായിട്ടുള്ള ആഗീകരണത്തിനും ഒക്കെ കൊളസ്ട്രോൾ വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് അതിന്റെ 3/4 ഭാഗവും ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നാൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ആഹാരത്തിൽ കൂടെയും കൊളസ്ട്രോൾ വരുന്നു. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിന്റെ നോർമലിനേക്കാൾ ഏറ്റക്കുറച്ചിലാകുമ്പോഴാണ് കൊളസ്ട്രോൾ ഒരു പ്രശ്നമായി തീരുന്നത്. രക്തക്കുഴലുകളിൽ ഇത് അടിഞ്ഞുകൂടുകയും അത് അവിടെ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ള ജീവിത ശൈലിയിൽ കൂടെ ഒരു വിധത്തിൽ വരെ നമുക്ക് കൊളസ്ട്രോൾ നിയന്ത്രിക്കാവുന്നതാണ്. ഈവൻ പാരമ്പര്യമാണെങ്കിൽ പോലും ജീവിത ശൈലി ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് കൊളസ്ട്രോൾ ഒരു വിധത്തിൽ പരിഹരിക്കാം. കൊളസ്ട്രോൾ എങ്ങനെ നമുക്ക് ആഹാരത്തിൽ കൂടെ നമുക്ക് ക്രമീകരിക്കാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും നാരുള്ള ആഹാര സാധനങ്ങൾ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പ്രധാനമായും ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളവർ അന്നജം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ചോറ്, ചപ്പാത്തി, മറ്റ് ബ്രെഡ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങള്, ഇവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഫൈബറുള്ള ആഹാരത്തിന്റെ കുറവ്, ഇതും കൂടെ ആവുമ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് കൂടാൻ ഇടയുണ്ട്. ഇങ്ങനെയുള്ളവരിൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മിതമായി ഉപയോഗിക്കുന്നതോടൊപ്പം, അതായത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക, അതായത് ചോറിന്റെ അളവ്, ചപ്പാത്തിയുടെ അളവ് കുറച്ച് നാരുള്ള പച്ചക്കറികൾ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് ജ്യൂസ് ആയി കഴിക്കുന്നതിന് പകരം ഫ്രൂട്ട് ആയിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പഞ്ചസാരയുടെ ഉപയോഗം നിയന്ത്രിക്കുക. ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് കൊളസ്ട്രോളിലെ ട്രൈഗ്ലിസറൈഡ്സ് നിയന്ത്രിക്കാൻ. അടുത്ത HDL, നല്ല കൊളസ്ട്രോൾ കൂടണമെങ്കിൽ വ്യായാമം അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഒരു 45 മിനിറ്റ് 1 അവർ എക്സസൈസ് ഉണ്ടെങ്കിൽ അത് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന HDLന്റെ ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള നട്ട്സ്, അതായത് ബദാം, അതുപോലെ പീനട്സ്, ഇതൊക്കെ നമുക്ക് നല്ല കൊളസ്ട്രോളിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. അത് മൂന്നാമത്തെ ഘടകമാണ് LDL കൊളസ്ട്രോൾ അഥവാ ബാഡ് കൊളസ്ട്രോൾ. ശരീരത്തില് ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന ഒന്നാണ് LDL കൊളസ്ട്രോൾ മെയിൻ ആയിട്ട് നമ്മൾ കൂടുതൽ വറുത്തവും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക. ട്രാൻസ് ഫാറ്റ്, അതായത് ബേക്കറിയിൽ കിട്ടുന്ന ഈ വനസ്പതി, അതായത് ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് ചേർത്ത വനസ്പതി പോലുള്ള ഫാറ്റ് ചേർത്ത ആഹാര സാധനങ്ങൾ ധാരാളമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ LDL കൊളസ്ട്രോൾ വളരെ കൂടാൻ ഇടയുണ്ട്. അപ്പം LDL കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നത് ഇങ്ങനെ ബേക്കറി സാധനങ്ങള്, റിഫൈൻഡ് ആയിട്ടുള്ള മൈദയുടെ ഉപയോഗം, ഇതൊക്കെ നിയന്ത്രിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉപയോഗിക്കുന്നതിലൂടെയും ശരിയായിട്ടുള്ള ആഹാര രീതി, അതുപോലെ വ്യായാമം, ഇതൊക്കെ നമ്മൾ ക്രമീകരിക്കുന്നതിലൂടെയും നമുക്ക് LDL കൊളസ്ട്രോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ റെഡ് മീറ്റിന്റെ ഉപയോഗം, ഇപ്പം റെഡ് മീറ്റ്, അതായത് ബീഫ്, മട്ടൺ, ചെമ്മീൻ, ഞണ്ട്, കല്ലുമേക്കായ, ഇങ്ങനെ ഷെൽ ഫിഷസ്, ഇവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നോൺ വെജിറ്റേറിയൻസിന് അയല, മത്തി, ചൂര പോലെയുള്ള മീനുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിൽ കൂടെ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സിന്റെ ലഭ്യത നന്നായിട്ട് കിട്ടും. ഇത് നമ്മുടെ ഹാർട്ടിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാറ്റാണ് omega-3 ഫാറ്റി ആസിഡ്സ്. അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഫ്ലാക്സീഡ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പം വളരെ ലഭ്യമാണ്. അത് പൗഡറാക്കി നമുക്ക് ഒന്നില്ല മോരിന്റെ കൂടെ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തൈരിന്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ omega-3 ഫാറ്റി ആസിഡ്സിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഇതും ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫാറ്റ് തന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഏത് ഓയിൽ ഉപയോഗിക്കാം എന്നുള്ളത്. ഓയിൽ ഏത് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കാട്ടിൽ അളവാണ് ഏറ്റവും മെയിൻ. നമ്മൾ കേരളത്തിലുള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മിതമായി മാത്രം ഉപയോഗിക്കുക. ഒരു ദിവസം ഒരു 3 ടീസ്പൂൺ എണ്ണയിൽ കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതൽ ആവശ്യം. അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ ലഭ്യതയ്ക്ക് വേണ്ടി നല്ല നട്ട്സ്, അതുപോലെ തന്നെ അവക്കാഡോ, അതായത് ബട്ടർ ഫ്രൂട്ട്, അതുപോലെ ബദാം, പീനട്സ്, ഇങ്ങനത്തെ ഇവയുടെ ഒക്കെ ഉപയോഗം
കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കുകയാണെങ്കിൽ ഈ ഘടകങ്ങളൊക്കെ നമുക്ക് ആഹാരത്തിൽ കൂടെ കിട്ടുകയും അതിലൂടെ നമുക്ക് കൊളസ്ട്രോളിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ ടിപ്പ് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാം ഇതുപോലെ ജീവിതശൈലി, അതായത് ആഹാര നിയന്ത്രണം, അതുപോലെ വ്യായാമം, അതുപോലെ സ്മോക്കിംഗ്, പുകവലിയുള്ളവർ അത് മുഴുവനായിട്ട് നിർത്തലാക്കുക. ഇതോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കറുവപ്പട്ട, സിന്നമൺ സ്റ്റിക്ക്, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ കഴിച്ചാൽ അതും കൊളസ്ട്രോൾ ക്രമീകരിക്കാൻ വളരെ നന്നായിരിക്കും. ഇത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് ആണ്.